ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ യൂറോപ്പിലെത്തി, എൻ്റെ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ആ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു കൺട്രി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. യൂറോപ്പിലുള്ളൊരു ഏതാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കൺട്രി, ആ കൺട്രി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് വൺ ചെയ്യേണ്ടത് നമുക്ക് ആ കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, നമ്മളെ മാർക്കിനനുസരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ കോഴ്സ്, നമ്മൾ പ്രീവിയസ് സിലബസിനനുസരിച്ചിട്ടുള്ള കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. എൻ്റെ കേസിൽ ഞാൻ ചെക്ക് റിപ്പബ്ലിക്കാണ് സെലക്ട് ചെയ്തത്. ഈ ചെക്ക് റിപ്പബ്ലിക് സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്നത് സിലിസ്ക യൂണിവേഴ്സിറ്റിയാണ്. ഇതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് യൂറോപ്യൻ യൂണിയൻ്റെ കീഴിലായിരിക്കും യൂണിവേഴ്സിറ്റി വരുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് സെമ്മിന് ശേഷം ബാക്കിയുള്ള സെമ്മ് നമുക്ക് എവിടെ പുറത്ത് പോയിട്ടുള്ള ബാക്കിയുള്ള കൺട്രീസിൽ പഠിക്കാൻ കഴിയും. ഇൻ കേസ് നമുക്ക് ജർമ്മനിയിൽ പോയി, ഇറ്റലി, ഫ്രാൻസ് അങ്ങനെയുള്ള ഏത് കൺട്രീസിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. വിത്ത് സ്കോളർഷിപ്പ് കൊടുക്കണേ നമുക്ക് പഠിക്കാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. ഈ എൻട്രൻസ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം എൻട്രൻസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു ഓഫർ ലെറ്ററും അതേപോലെ അക്കോമഡേഷൻ കോൺട്രാക്റ്റും നമുക്ക് അയച്ചു തരും. നമ്മളെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മൾ ഡിഗ്രി +2 സർട്ടിഫിക്കറ്റ് എല്ലാം അപ്പോസ്റ്റിൽ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളെ കയ്യിൽ വെക്കണം. അപ്പോസ്റ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളെ കയ്യിൽ വെച്ചതിന് ശേഷം അടുത്തതായിട്ട് യൂണിവേഴ്സിറ്റി ഭാഗത്തുനിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് വന്നതിന് ശേഷം നമ്മുടെ PCC എടുക്കണം. PCC എടുത്തതിന് ശേഷം അത് നമ്മൾ അപ്പോസ്റ്റിൽ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കണം. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബസി ഡേറ്റ് എടുക്കലാണ്. എംബസി ഡേറ്റ് നമുക്ക് അപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം 1 or 2 മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് എംബസിയിൽ നിന്ന് ഒരു റിട്ടേൺ മെയിൽ വരും. എംബസി ഡേറ്റ് ഇന്ന ദിവസം നമ്മൾ ഇന്ന ടൈമിൽ എംബസിയിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിഷൻ ചെയ്യണം. ഒരു 7-8 ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും ഒറിജിനൽ. അതെല്ലാം നമ്മളെ കയ്യിൽ വെക്കണം. ഇതിൽ ഈ 8 ഡോക്യുമെൻറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയതാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 7 ലക്ഷം ബ്ലോക്ക് മണിയായിട്ട് നമ്മളെ ബാങ്കിൽ കിടക്കണം. ബ്ലോക്ക് മണി മീൻസ് നമ്മൾ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ ചെയ്താൽ മതി. 7 ലക്ഷത്തിൻ്റെ ഒരു എമൗണ്ട് ഒരു 1 മന്ത് നമ്മൾ അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫ്രണ്ട് പേജ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കണം. ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ എംബസിയിൽ പോയി സബ്മിഷൻ ചെയ്യാം. ഈ എംബസിയിൽ പോയി സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് അവർ 1-2 കാര്യങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാതെ നമ്മൾ പ്രിപ്പയർ ആയിട്ട് വേണം നമ്മൾ എംബസിയിൽ പോകാൻ വേണ്ടിയിട്ട്. എംബസിയിൽ പോയി അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ അവർ നമ്മുടെ പാസ്പോർട്ടിൽ ഒരു സീൽ അടിച്ചു തരും, ചെക്കിൻ്റെ ഒരു സീൽ അടിച്ചു തരും. അത് നമ്മൾ റിട്ടേൺ വരിക. വിത്തിൻ 1 or 2 മന്തിൻ്റെ ഉള്ളിൽ എംബസിയിൽ നിന്ന് ഒരു റിട്ടേൺ മെയിൽ വരും. ആ മെയിലിൽ ചിലവർക്ക് അപ്രൂവലാണ്, വിസ അപ്രൂവലാണ്, ഇന്ന ദിവസം എംബസിയിൽ വന്നതിന് വിസ അടിച്ചു തരുന്നുണ്ടാവും. ചിലവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അവർക്ക് ഒന്നുകൂടി ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് എംബസിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ പോലെ ഉണ്ടാവും. ചിലവർക്ക് റിജക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 3 ടൈപ്പിലായിരിക്കും എംബസിയിൽ നിന്ന് റിട്ടേൺ മെയിൽ വരിക. ഈ അപ്രൂവൽ ആണെങ്കിൽ നമ്മൾ വീണ്ടും എംബസിയിൽ പോയതിന് ശേഷം നമ്മൾ ഇന്ന ദിവസം എംബസിയിൽ നിന്ന് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ദിവസം ചെന്നതിന് ശേഷം നമ്മളെ രാവിലെ പാസ്പോർട്ട് എംബസിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈവനിങ് 3 മണിക്ക് മുന്നേ ആയിട്ട് നമുക്ക് വിസ അടിച്ച് അവർ റിട്ടേൺ കയ്യിൽ തരും. സെക്കൻഡ് ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇന്ന ദിവസം വീണ്ടും ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അന്ന് കൃത്യസമയത്ത് എത്തണം എന്നുള്ളൊരു മെയിലായിരിക്കും. റിജക്ഷൻ ആണെങ്കിൽ നമുക്ക് വീണ്ടും വേറെ കൺട്രി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ യൂറോപ്പിലേക്കുള്ള ഒരു എൻട്രി കിട്ടുള്ളൂ. ഓക്കെ, ഇനി ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യും. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും കമൻറ്റിലൂടെ അല്ലെങ്കിൽ ഞാൻ Instagram ID ഇവിടെ കൊടുക്കുക, അതിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.